ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിൻ്റെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭൂമി അവിടുത്തെ ആ വിശേഷങ്ങൾ, തറവാട്ടിലെ വിശേഷങ്ങളെല്ലാം പറയുകയാണ്. അവിടെ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു വെച്ചാൽ എനിക്ക് ആ മുത്തശ്ശിയെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആ മുത്തശ്ശിയെ പോലെ ഒരു മുത്തശ്ശിയെ വേണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. എനിക്കൊരു മുത്തശ്ശിയെ വേണോ വെച്ചാൽ എന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടെ നിന്ന് മേടിച്ചു തരാനോ മോളെ. അത് പിന്നെ ഈ ന്യൂജൻ പിള്ളേരില്ലേ, അവരൊക്കെ ഈ മുത്തശ്ശിമാരൊക്കെ കൊണ്ട് അനാഥാലയത്തിലൊക്കെ കൊണ്ടാക്കൂല്ലേ, അവിടെ നമുക്കൊരു മുത്തശ്ശിയെ മേടിച്ചാലോ അച്ഛാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്യുതൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്യുതന് ചെറിയൊരു ടെൻഷനുണ്ട്. മോളെ, എന്നിട്ട് അവിടെ പോയിട്ട് എന്തൊക്കെയുണ്ട് മോളെ എന്ന് ചോദിച്ചപ്പോഴേക്കും എല്ലാവരും നല്ലവരാ അച്ഛാ. എന്തോരം ആൾക്കാരാണെന്ന് അറിയാവോ, സ്നേഹിക്കാനും ലാളിക്കാനും, നമ്മളൊന്ന് വീണു പോയി കഴിഞ്ഞാൽ നമ്മളെ താങ്ങി നിർത്താനും എന്തോരം ആൾക്കാരാണെന്ന് അറിയാവോ അവിടെ ഉള്ളത്. അവരെയൊക്കെ വെച്ച് ആലോചിക്കുമ്പോഴേ നമുക്കോ അതേപോലെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നല്ലേ അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. പക്ഷേ അച്യുതൻ അതെല്ലാം കേട്ടിട്ട് ഭയങ്കര സങ്കടം തോന്നുകയാണ്. അപ്പോൾ ഇതാവായിരുന്നു അമ്മ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആഹാ നീ വന്നുവരുന്നോ, ദേ അച്ചുവേട്ടാ ഈ ചായ കുടിച്ചണ്ടേ, ദേ മോളെ കുറിച്ച് ആലോചിച്ചിട്ടെ അച്ഛന് ഭയങ്കര ടെൻഷനായിരുന്നു. ചങ്ക് നിൽക്കണ പോലെയാണ് അച്ഛന് തോന്നിയത്. എന്താ അച്ഛാ ഇത്, ഞാൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരൂലേ, പിന്നെ എന്താ അച്ഛാ. അപ്പോഴേക്കും അമ്മ ചോദിക്കണം, മോളെ അതൊക്കെ ഇരിക്കട്ടെ, അവിടെ പോയിട്ട് എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങളെല്ലാം എന്ന് ചോദിച്ചപ്പോഴേക്കും അവിടെ അടിപൊളിയാണമ്മേ. പക്ഷേ ഞാൻ ആ വീട് കണ്ടപ്പോഴേ ഞാൻ അവിടെ നേരത്തെ ആ വീട് കണ്ടതുപോലെ എനിക്ക് തോന്നുന്നത്. ഞാൻ അവിടെ ചെറുതിലേ കളിച്ച് വളർന്ന് നടന്ന പോലെ ഒരു തോന്നല് ഞാൻ അവിടെ നിന്നിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു തോന്നൽ എനിക്ക് ആ വീട്ടിൽ കയറിയപ്പോൾ ഉണ്ടായി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്യുതൻ്റെ മുഖഭാവം ആകെ ഒന്ന് മാറുക. അമ്മയ്ക്കും ഭയങ്കര ടെൻഷനായി. അമ്മ ഇങ്ങനെ അച്യുതനെ തന്നെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അച്യുതൻ്റെ മുഖഭാവം മാറുന്നത് അമ്മ ഇങ്ങനെ ശ്രദ്ധിക്കുക. എന്നിട്ട് അതൊക്കെ മോൾക്ക് വെറുതെ തോന്നിയായിരിക്കും. എനിക്ക് വെറുതെ തോന്നിയതാണല്ലോ എന്നറിയില്ല അച്ഛാ, ഞാൻ പോയിട്ടുണ്ട് അച്ഛാ ഇതിനു മുമ്പ് അവിടെ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇല്ല മോളവിടെ പോയിട്ടില്ല. അപ്പോഴേക്കും അമ്മ, മോളെ നീ എപ്പോഴെങ്കിലും ആ വീട് കണ്ടിട്ടുണ്ടാകും, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും അമ്മേ. പക്ഷെ എനിക്ക് ആ വീട്ടിൽ കയറിയപ്പോൾ എന്തൊരു അടുപ്പുള്ളത് പോലെ എൻ്റെ മനസ്സിൽ പറഞ്ഞത്, അങ്ങനെ ഒരു അടുപ്പുള്ളത് പോലെ എനിക്ക് തോന്നി അമ്മേ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞേ ചുമ്മാ വഷളാകാനായിട്ട് നിൽക്കണ്ട, കയറി ഭാഗത്തേക്ക്. ദേ കുറേ സമയമായില്ലേ, അച്ഛൻ ഏതായാലും അവിടെ നിന്ന് പോകുന്നു. ഞാൻ അതുകൊണ്ട് അവിടെ നിന്ന് ഭക്ഷണവും കഴിക്കാനായിട്ട് നിന്നില്ല, നേരെ ഇങ്ങോട്ടാണ് ഓടി പോകുന്നത് അച്ഛനെ കാണാൻ വേണ്ടിയേ. അച്ഛൻ പെട്ടെന്ന് പോകുന്നതേ അത് മുത്തശ്ശിക്കും വല്ലാത്തൊരു ടെൻഷനായി കാണും കേട്ടോ. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടേ പോകാൻ പാടുള്ളെന്ന് മുത്തശ്ശിനെ പ്രത്യേകം പറഞ്ഞതാ. പക്ഷെ അച്ഛനെ കാണാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോന്നു. അല്ലെങ്കിൽ നിന്റെ അച്ഛൻ അങ്ങനെയാണല്ലോ, മോളകത്തേക്ക് കയറി വാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അകത്തേക്ക് കയറി. കാരണം രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കൂടി ഇരുന്ന് കഞ്ഞി ഓടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛനെ അപ്പോഴും എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇതെന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ വെറും ഒരു കഞ്ഞിയാണ് കേട്ടോ അച്ഛനെ പറഞ്ഞു കേട്ടില്ല അമ്മ, അച്ഛൻ കഞ്ഞിയാണെന്ന്. ആണോ അച്ഛൻ കഞ്ഞിയാണോ? ഞാൻ കഞ്ഞിയാണല്ലോ. എന്താ അച്ഛാ ഈ പറയുന്നത്? അച്ഛൻ കഞ്ഞിയല്ലെന്ന് പറ അച്ഛാ. എങ്കിൽ പിന്നെ ഞാൻ കഞ്ഞിയല്ല. അപ്പിരുന്ന് എല്ലാവരും കൂടി ചിരിയാണ്. എൻ്റെ പൊന്നച്ഛാ, അച്ഛനിത് ഏത് ലോകത്താ എന്തൊക്കെയാ ആലോചിച്ച് കൂട്ടിക്കൊണ്ട് നിൽക്കുന്നത്? ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും അച്ഛൻ ശ്രദ്ധിക്കുന്നില്ലേ അച്ഛാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മോളെന്താ പറഞ്ഞത്? അത് കൊള്ളാം, നല്ല കായായിപ്പോയി. അതെ, എനിക്കെപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണേ ഇഷ്ടം. ഈ കഞ്ഞിയിലെ ഒരു പപ്പടവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായനായിരുന്നു. കഞ്ഞിയിൽ പപ്പടവും പയറും ഉള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ ഭൂമിയാണെങ്കിൽ അല്ല അച്ഛാ, പപ്പടം ഇല്ലെങ്കിലും പയറ് കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. അതും അടിപൊളിയാ, നല്ലതാ. പക്ഷേ പപ്പടം ഉണ്ടെങ്കിൽ അതിനേക്കാളും സൂപ്പർ ആയാനായിരുന്നു. ശരിയാ, പപ്പടം ഉണ്ടെങ്കിൽ അതിനേക്കാളും സൂപ്പറായിരുന്നു. അപ്പം എല്ലാവരും കൂടി ഇരുന്ന് ചിരിക്കുമ്പോൾ അച്യുതനെ ഇരുന്ന് ചിരിക്കുകയാണ്. മോളെ, ഈ ചിരിയെ ആരോഗ്യത്തിന് നല്ലതെന്നാ മോളുടെ അമ്മ പറയുന്നത്. എപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്നാലേ ഒരസുഖവും വരില്ല എന്ന്. അതുകൊണ്ടായിരിക്കും മോളെ എനിക്കൊരു അസുഖവും ഇല്ലാത്തത് അല്ലേ മോളെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഭൂമിക്ക് ഭയങ്കര സങ്കടം തോന്നുകയാണ്. അതെ, നിങ്ങൾക്ക് ഒരു അസുഖവും ഇല്ല, നിങ്ങളെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്നോ, അതായിരിക്കും നല്ലത്. അപ്പോഴേക്കും ഭൂമിയുടെ അമ്മ, അല്ല മോളെ, അവിടെ പോയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞില്ലല്ലോ. മോള് പറഞ്ഞില്ലേ മോള് കുഞ്ഞിലെ അവിടെ പോയുള്ളൊരു തോന്നൽ ഉണ്ടായെന്ന്. അപ്പോൾ അവിടുത്തെ അകമൊക്കെ കണ്ടതുപോലെയൊക്കെ മോൾക്ക് തോന്നിയായിരുന്നോ? ഇല്ലമ്മേ, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ അവിടെ ഒരു റൂമിലോട്ട് ഞാൻ കയറി. ആ സമയത്തെ അവിടെ ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഫോട്ടോ. ആ കുഞ്ഞില്ലേ എന്ത് സുന്ദരിയായിരുന്നറിയാവോ? ആ കുഞ്ഞിനെ കണ്ടപ്പോഴും എനിക്ക് എന്തൊക്കെയോ ഒരു അടുപ്പുള്ളത് പോലെയാണ് അമ്മയെ തോന്നിയത്. അതാ സാറിൻ്റെ
ഭാര്യയും കുഞ്ഞും ആയിരുന്നു അവരുടെ ഫോട്ടോ വെച്ചിരിക്കുന്നത്. ഇത് കേട്ട അച്യുതന് വീണ്ടും ടെൻഷനാവുകയാണ്. ടെൻഷനായി വല്ലാത്തൊരവസ്ഥയിലാവുകയാണ്. അപ്പോഴേക്കും അച്യുതൻ പറയാണ്, എനിക്ക് കഞ്ഞി മതി, ഇനി ഈ സംസാരം ഇവിടെ വേണ്ട. എന്തിനാ അവിടുത്തെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. മോളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ മോളോട്. ഇനി എന്തെങ്കിലും പൂജാ ദ്രവ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കൊണ്ടേ കൊടുക്കണ്ട. ആരുടെയും കയ്യിൽ ഏൽപ്പിച്ചാൽ മതി, അവർ കൊണ്ടേ കൊടുത്തോളൂ. മോൾ ഇനി കൂടുതൽ അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട. ഇല്ല, ഞാൻ പോകുന്നില്ല. അച്ഛൻ എന്താണോ പറയുന്നത് അതേപോലെ തന്നെ ആയിക്കോട്ടെ. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയട്ടെ, നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോയാലോ മോളെ എന്ന് പറഞ്ഞപ്പോഴേക്കും, അച്ഛൻ അത്ര നിർബന്ധമാണെങ്കിൽ എനിക്ക് കുറച്ച് സാവകാശം വേണം അച്ഛാ. ഇപ്പോൾ തന്നെ ചായക്കട കുറച്ച് പച്ച പിടിച്ച് വരുന്നതേ ഉള്ളൂ. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. അതിനേക്കാൾ ഉപരി ആയിട്ട് വലിയൊരു പണം എനിക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട് ഒരു അത്യാവശ്യത്തിന് വേണ്ടി. അതുകൊണ്ട് എനിക്ക് കുറച്ച് സാവകാശം വേണം അച്ഛാ. ഇപ്പം ഏതായാലും പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആകെ അവതാളത്തിലായി പോകും അച്ഛാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, ശരി മോളുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അച്യുതൻ പോവുക. അപ്പോൾ അച്യുതൻ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും, ഇത് എന്ത് പറ്റും മോളെ, നിന്റെ അച്ഛന് എന്താ സംഭവിച്ചത്? കഞ്ഞി പോലും കുടിക്കാതെ പോകുന്നു. ഇപ്പം അങ്ങനെ ഒരു വിചാരം ഉണ്ടാകാൻ എന്താ കാര്യം? പെട്ടെന്ന് നാട്ടിലേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞത്. അച്ഛൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടാകും, ആഗ്രഹങ്ങൾ ഉണ്ടാകും. ഇനി അതും പറഞ്ഞുകൊണ്ട് അച്ഛനെ വേദനിപ്പിക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ. അച്ഛൻ എന്തെങ്കിലും ആഗ്രഹിച്ചോട്ടെ, അമ്മ പോയി ചോദിക്കാനൊന്നും നിൽക്കണ്ട. ഇല്ല എൻ്റെ പൊന്നെ, ഇനി ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നില്ല. എന്താ അതുപോലെ? മതി അമ്മേ. അപ്പോൾ ഭൂമി ആലോചിക്കണം, എൻ്റെ ദൈവമേ, എൻ്റെ അച്ഛന് വേണ്ടിയുള്ള പണം ഞാൻ എങ്ങനെ ഉണ്ടാക്കും? ഒരു വഴിയും എനിക്ക് തുറന്നു തരുന്നില്ലല്ലോ എൻ്റെ ദൈവമേ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഭവാനിയാണ്. അപ്പോൾ ഭവാനിയാണെങ്കിൽ ആകെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. കാരണം അച്യുതൻ തന്നെ പറ്റിച്ചു എന്ന് ഉറപ്പായി ഭവാനിക്ക്. അപ്പോൾ എങ്ങനെയെങ്കിലും അച്യുതനെ കണ്ടുപിടിക്കണം. അച്യുതൻ്റെ കൂടെയുള്ള ആരാണെന്നും ഏത് മകളാണെന്നും, അച്യുതൻ്റെ സ്വന്തം മകളാണോ അല്ലെങ്കിൽ ഞാൻ വളർത്താൻ ഏൽപ്പിച്ച കൊല്ലാൻ ഏൽപ്പിച്ച ആ പെണ്ണാണോ എന്നൊക്കെ അറിയേണ്ട കാര്യമുണ്ട് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഈ ഭവാനി നേരെ ആ ഗുണ്ടയെ വിളിക്കുകയാണ്. അതെ, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. അച്യുതനില്ലേ, അച്യുതൻ എന്നെ ചതിച്ചു. അയാൾ എന്നെ ചതിച്ചിരിക്കുകയാണ്. എന്താ മേഡത്തിന് എന്തെങ്കിലും തെളിവ് കിട്ടിയോ? അയാൾ എന്നെ കണ്ടായിരുന്നു. എന്നെ കണ്ടപടെ അയാൾ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടാണല്ലോ അയാൾ അങ്ങനെ ഓടി രക്ഷപ്പെട്ടത്. ഇതിലെന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്തുക തന്നെ ചെയ്യണം. അങ്ങനെ അയാളുടെ കൂടെ താമസിക്കുന്ന ആ പെൺകുട്ടി ആരാണ്, എന്താണ്, സകല ഡീറ്റെയിൽസ് എടുക്കണം. ഇനി ഞാൻ കൊല്ലാൻ ഏൽപ്പിച്ച അവളെ തന്നെയാണ് അവൻ വളർത്തിയതെങ്കിൽ രണ്ടുപേരെയും അവസാനിപ്പിച്ചേക്കണം. ഈ രണ്ടുപേരും ഈ ഭൂമിയിൽ വേണ്ട. അച്യുതൻ്റെ അവസാനം എൻ്റെ കൈ കൊണ്ട് തന്നെ ആകും എന്ന് ഭവാനി പറയുകയാണ്. അങ്ങനെ തന്നെ ആയിക്കോട്ടെ മേഡം, ഞങ്ങൾ എന്താണ് വേണ്ടതെന്നൊക്കെ ആലോചിച്ച് അതേതാണ് ആ പെൺകുട്ടി എന്നൊക്കെ ഞങ്ങൾ അന്വേഷിച്ചെടുത്തോളാം എന്നിങ്ങനെ പറയുക. പിന്നീട് കാണിക്കുന്നത് ഈ അഞ്ജനയാണ്. അപ്പം അഞ്ജനയാണെങ്കിൽ അതിലേറെ ദേഷ്യത്തിൽ നിൽക്കുക. ഈ ഭൂമി അഞ്ജനയെ അടിച്ച കാര്യങ്ങളും വളരെയേറെ മോശമായി സംസാരിച്ച കാര്യങ്ങളും ഒക്കെ അഞ്ജനയുടെ മനസ്സിലേക്ക് കടന്നുകൂടി വരികയാണ്. ഓ, നീ എന്നെ തല്ലാനായല്ലേടി? നീ ആരാണ് എൻ്റെ ദേഹത്ത് കൈവെക്കാൻ? വെറും ഒരു വേലക്കാരി, തെരുവിൽ ജീവിക്കുന്നവള്. ഞാൻ വലിയ റിച്ച്, ഞാൻ പണക്കാരി, എന്നിട്ടും അവൾ എൻ്റെ ദേഹത്ത് കൈവച്ചു. അവളെ എനിക്ക് അങ്ങനെ വെറുതെ വിടാനായിട്ട് സാധിക്കോ? അവളെ ഞാൻ ശരിയാക്കെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് ഭയങ്കര കുടിയാ, ഭയങ്കര ഒച്ചത്തിലാണ് കിടന്ന് സംസാരിക്കുന്നത്. അപ്പതേ ഭവാനി ഓടി വരുന്നു. ഇതെന്താ ജനെ, നീ എന്തിനിങ്ങനെ കിടന്ന് ഒച്ചത്തിൽ കിടന്ന് സംസാരിക്കുന്നത്? അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അടുത്ത് മദ്യക്കുപ്പി എല്ലാം ഇരിക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ മുറ്റം പൂസ്. ഈ ഒരു ശീലം എപ്പം തുടങ്ങി അഞ്ജന നീയാ? അപ്പോൾ ഡൽഹി പോയി പഠിക്കാൻ പോയത് ഈ ഇതിന് വേണ്ടിയായിരുന്നല്ലേ? ഈ ഒരു ശീലവും നീ തുടങ്ങിയല്ലേ? നീ എന്നു മുതലേ ഈ ശീലങ്ങൾ തുടങ്ങിയത്? വിടമ്മേ, എന്നെ വിടാനാ പറഞ്ഞത്. നിങ്ങൾ മിണ്ടിപ്പോകരുത്. എല്ലാത്തിനും കാരണക്കാരി അവളാണ്. അവളെ എൻ്റെ ദേഹത്ത് കൈവച്ചു. നീ ആരെക്കുറിച്ചാണ് പറയുന്നത്? ഭൂമിയെക്കുറിച്ചോ? ഭൂമി അവൾ ആരാണ്? മുത്തശ്ശിയുടെയും ബാക്കി എല്ലാവരുടെയും പുന്നാരല്ലേ? അവളെ കയ്യിലെടുത്ത് അങ്ങോട്ട് വെച്ചിരിക്കുകയാണ്. അവൾ നല്ലവളാണ്, നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഡയലോഗുകളായിരുന്നില്ലേ? പക്ഷേ എനിക്ക് വെറുതെ വിടാൻ പറ്റില്ല. നമുക്കൊരു കാര്യം അറിയോ? അവളും അജയും തമ്മിലേ വിഹിതമുണ്ട്. അവർ തമ്മിൽ മുടുത്ത പ്രണയമാണ്. എല്ലാവരോടും മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാ അജയ്ക്ക് എന്നെ കല്യാണം കഴിക്കണ്ട എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്നൊക്കെ ഇങ്ങനെ കള്ളു കുടിച്ചതിൻ്റെ ഇതിൽ ഇങ്ങനെ വായ തോന്നിയൊക്കെ പറയണേഞ്ചന. നീ ഒന്നും മിണ്ടാതിരിക്കാഞ്ചനെ. ഇല്ല, ഞാൻ മിണ്ടാതിരിക്കില്ല. അവളെ എനിക്ക് തീർക്കണം. അവളെ എൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി വന്നവളാണ് എന്നും പറഞ്ഞ്
കയ്യിൽ നേച്ച മധ്യ ഗ്ലാസ് എടുത്തിട്ട് ഒറ്റ എറിയാണ്. എപ്പോഴേക്കും അഞ്ജന നീ എന്താ കാണിക്കുന്നത്? അപ്പോഴേക്കും അഞ്ജന കട്ടിലേക്ക് ബോധം കിട്ട് വീണു. ഈ ഗ്ലാസ് പൊട്ടി ഈ ശബ്ദമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിയും മകനും കൂടി ഓടി വരിക. അപ്പം മുത്തശ്ശി ചോദിക്കണം എന്താ ഇവിടെ നടക്കുന്നത്? അപ്പം മുത്തശ്ശി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ മുഴുവനും മദ്യക്കുപ്പിരിക്കുക. ഓഹോ, അത് ശരി, അപ്പോൾ ഇവിടെ ഇതും തുടങ്ങി അല്ലേ? നീ മകളെ വളർത്തി വഷളാക്കി വെച്ചിരിക്കുകയാണല്ലോ ഭവാനി. ഇനി കല്യാണം വേണോന്നൊക്കെ ഞാനൊന്ന് ആലോചിക്കട്ടെ. എനിക്ക് കല്യാണം നടത്തണമെന്ന് ഒന്നും കൂടി ഒന്ന് ആലോചിക്കേണ്ടി വരും. ഇത് ഞാൻ അവസാനിപ്പിച്ച് തരാം എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പോവുക. അപ്പോൾ ഭവാനിയുടെ സകല സ്വപ്നങ്ങളും ഇല്ലാതായി പോയൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഭവാനിക്ക്. അങ്ങനെ ഈ സമയം തന്നെ നമ്മുടെ ഈ കാണാതായി പോയ സത്യൻ്റെ ഭാര്യയെയും മകളെയും കാണിക്കുകയാണ്. അപ്പം അമ്മ മകളെ എടുക്കുന്നതും താരാട്ട് പാടുന്നതും കളിപ്പിക്കുന്നതും ഭക്ഷണം വാരി കൊടുക്കുന്നതും ഒക്കേതായ കാര്യങ്ങളൊക്കെ കാണുകയാണ്. പക്ഷെ അത് സ്വപ്നം കണ്ടത് വേറെ ആരുമല്ല, നമ്മുടെ ഭൂമിയായിരുന്നു. സ്വപ്നം കണ്ട് സ്വപ്നത്തിൽ നിന്ന് ചാടി എണീക്കണം ഭൂമി. ദൈവമേ, ഞാൻ എന്താണ് ഈ കണ്ടത്? എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. ഞാൻ സ്വപ്നത്തിൽ കണ്ടത് സാറിൻ്റെ ആ ഭാര്യയെയും മകളെയല്ലേ? എന്തിനാണ് എന്നെ അങ്ങനെ ഒരു സ്വപ്നം കാണിച്ചത്? ഇനിയിപ്പോൾ ഞാൻ ആ സാറിൻ്റെ ഭാര്യയുടെയും മകളുടെയും കാര്യത്തെക്കുറിച്ച് ചോദിച്ചിട്ടായിരിക്കോ ഞാൻ സ്വപ്നത്തിൽ കണ്ടത്? ചിലപ്പോൾ അതായിരിക്കും. ആകെ അസ്വസ്ഥതക്കേടായല്ലോ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും അങ്ങനെ എന്തൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുകയാണ്. ഈ അഞ്ജനയാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീക്കുക, ഭയങ്കര ക്ഷീണം. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഭവാനി വന്ന് മുന്നിൽ നിൽക്കുന്നുണ്ട്. ഭവാനിയുടെ സാരി എടുത്ത് ഇങ്ങനെ കണ്ണും മൂടി കഴിഞ്ഞപ്പോഴേക്കും വിടറി എന്ന് പറഞ്ഞുകൊണ്ട് എന്താ അമ്മേ? കാരണം നോക്കി ഒറ്റ അടി അടിക്കുകയാണ് ഭവാനി. എന്തിനാ അമ്മ എന്നെ തല്ലിയത് എന്ന് ചോദിക്കണം. നീ ഇന്നലെ എന്ത് പെർഫോമൻസ് ആയിരുന്നു? നിന്റെ പെർഫോമൻസ് കൊണ്ട് എൻ്റെ സ്വപ്നങ്ങളാണ് ഇല്ലാതെ ആയത്. അത് നിനക്കറിയോ? എന്താമ്മേ നടന്നത്? എനിക്ക് അങ്ങോട്ടൊന്നും ഓർമ്മ കിട്ടുന്നില്ല. നിനക്കൊന്നും ഓർമ്മ കിട്ടില്ല. പക്ഷെ നിന്റെ കാര്യത്തിൽ മുത്തശ്ശി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ കല്യാണം നടക്കണോ വേണ്ടയോന്ന്. അതെന്താ അമ്മേ? ഇന്നലെ നീ അതേപോലെ അല്ലേ കുടിച്ചു കൂത്താടി മുത്തശ്ശിയുടെ മുന്നിൽ കിടന്ന് ഒരുപാട് അഭ്യാസം കാണിക്കുകയായിരുന്നില്ലേ? അതൊക്കെ മുത്തശ്ശി മനസ്സിലാക്കി. എൻ്റെ ആഗ്രഹങ്ങളൊന്നും നടക്കാത്തൊരവസ്ഥയായി പോയല്ലോ, നീ എല്ലാം തൊലച്ചില്ലേടി എന്ന് പറയാണ്. ഇല്ലമ്മേ, ഒരിക്കലുമില്ല. എങ്ങനെയെങ്കിലും എൻ്റെയും അജയുടെയും കല്യാണം നടക്കണോ അമ്മേ? ഇതെൻ്റെ വാശിയാണ്. ഈ കല്യാണം ഒരിക്കലും മുടങ്ങിപ്പോകാനായിട്ട് പാടില്ലമ്മേ. ഞാനത് ഉറപ്പിച്ചെടുത്ത തീരുമാനമാണ് അമ്മേ. ഇതെങ്ങനെയെങ്കിലും നടത്തി തന്നേ മതിയാവുള്ളെന്ന് പറയണം. ഞാൻ ആലോചിക്കട്ടെ. പക്ഷേ ഞാൻ പറയുന്ന പോലെ നീ ചെയ്യണം. എന്താ അമ്മേ? എന്താണ് കാര്യം? അതൊക്കെ പിന്നീട് അറിഞ്ഞാൽ മതി. ഉള്ളത് മുഴുവൻ കാണിച്ചു കൂട്ടിയിട്ട് എന്താ വേണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം എന്ന് ഭവാനി പറയുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുക തന്നെ. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.